ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദാവീദിൻ്റെ താക്കോലുള്ള സഭാകാന്തൻ എന്നുള്ള വളരെ സുപ്രധാനമായൊരു സത്യമാണല്ലോ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നത്. ഫിലദൽഫിയ സഭയ്ക്കുള്ളതായ ദൂതിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് തന്നെ അങ്ങനെ പരിചയപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. അതിൽ ചില സത്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനിടയായിട്ട് തീർന്നിരുന്നു. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും നമ്മുടെ കർത്താവ് ശക്തനാണ് എന്നുള്ളതായ വലിയ സത്യം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതിൻ്റെ പ്രായോഗികമായ പാഠങ്ങൾ ഏത് മേഖലയിലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടുന്നതാണ്. അസാധ്യമെന്ന് മനുഷ്യർ വിചാരിക്കുന്ന ഏത് കാര്യങ്ങളെയും നമ്മുടെ ദൈവത്തിന് സാധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു കാര്യമാണ്. ദൈവം ഒരു കാര്യം അടച്ചാൽ പിന്നെ നമ്മളത് തുറക്കാൻ ശ്രമിക്കരുത്. അത് ആ വലിയ പാഠവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ 9-10 വാക്യങ്ങളിൽ നിന്ന് കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടി നാം ഓർക്കുകയുണ്ടായി. ദാവീദിൻ്റെ താക്കോലുള്ളവൻ ഒരു വാതിൽ തുറന്ന് ഫിലദൽഫിയ സഭയ്ക്ക് നൽകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. വാതിൽ തുറന്ന് നൽകുന്നു എന്നുള്ളത് മാത്രമല്ല, 9-10 വാക്യങ്ങളിൽ നിന്ന് മറ്റ് 4 കാര്യങ്ങൾ കൂടി നാം കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ജസ്റ്റ് പറഞ്ഞാണ് ക്ലാസ് ഉപസംഹരിച്ചത്. അതൊന്നുകൂടി ധ്യാനിച്ചൊക്കെ വരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ആ വേദവാക്യങ്ങൾ ചിന്തിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. 9-ാമത്തെ വാക്യത്തിൽ ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ വാക്യത്തിൽ തന്നെ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാൻ സംഗതി വരുത്തും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 9-ാം വാക്യത്തിൽ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാൻ സംഗതി വരുത്തും എന്ന് നമ്മൾ കാണുന്നുണ്ട്. 10-ാമത്തെ വാക്യത്തിലെ ഒരു കാര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തായിരുന്നു. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 5 പ്രയോഗങ്ങളിൽ നിന്ന് നാം ഒരു സത്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചാണ് നിർത്തിയത്. വാതിൽ തുറന്നു തരുന്ന കർത്താവ് ശേഷം കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്. അപ്പോൾ ഈ 5 കാര്യവും കർത്താവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സുപ്രധാനമായൊരു സത്യം നമുക്കവിടെ ഓർക്കാനായിട്ട് കഴിയുന്നത്, ഫിലദൽഫിയ സഭയുടെ ക്വാളിറ്റി സൂക്ഷിക്കാനായിട്ട് ഒരു സ്ഥലം സഭയ്ക്ക് സാധിച്ചാൽ, ഫിലദൽഫിയ സഭയുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയാം. അവർക്ക് അല്പമേ ശക്തിയുള്ളൂ. ലോകത്തിൻ്റെ നോട്ടത്തിൽ അവർ വളരെ ബലഹീനരാണ്. പക്ഷേ കർത്താവ് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊരു വലിയ സന്ദേശം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. വചനം കാക്കുന്ന, കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്ന ഒരു സ്ഥലം സഭയിൽ എല്ലാ കാര്യങ്ങളും ആരാ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും കർത്താവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പഠനത്തിൽ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ടതായൊരു സന്ദേശം, ഈ പ്രധാനപ്പെട്ട ഗുണനിലവാരം നമ്മുടെ സഭാജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം.
ഒരു സ്ഥലം സഭയ്ക്ക് വചനം അതുപോലെ കാത്ത് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ കൂടെ കൂടെ ഓർക്കാറുള്ളതാണ്. എങ്കിൽ ഞാനൊരു താരതമ്യത്തിനൊരു വാക്ക് ചേർത്ത് പറയുകയാണ്. വചനം ലംഘിച്ച ചില സഭകളെ നമുക്ക് ഈ 7 സഭകളുടെ കൂട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെർഗമോസ് സഭയിൽ 2 ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതായ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. വിശദീകരിച്ചില്ലെങ്കിലും നിങ്ങൾക്കറിയാം, നിക്കോലാവരുടെ ഉപദേശം ആ സഭയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ബിലയാമിൻ്റെ ഉപദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപദേശപരമായിട്ടുള്ള പഥ്യത ഒരു സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ളതായ സാധ്യതയുണ്ട്. എന്നാൽ ഉപദേശപരമായിട്ട് വചനം കൃത്യമായി കാത്ത് പഥ്യോപദേശത്തെ മുറുകെ പിടിച്ച് ഒരു സഭയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, അല്പമേ ശക്തിയുള്ളൂ എങ്കിലും കർത്താവിൻ്റെ വചനം ഏറ്റവും കൃത്യമായിട്ട് ഈ തലമുറയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഈ സഭ 1-ാം നൂറ്റാണ്ടിൽ സാക്ഷ്യം വഹിച്ചൊരു സഭയാണ്. പിൽക്കാലത്തുള്ള എല്ലാ നൂറ്റാണ്ടുകളിലും ഈ ഗുണനിലവാരം സൂക്ഷിച്ച സ്ഥലം സഭകൾ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനം ഏറ്റവും അടുത്തു എന്ന് വരുന്ന നാളുകളിൽ സ്ഥലം സഭയായി കർത്താവിൻ്റെ വചനം കാത്ത് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ വരവ് അടുക്കുമ്പോൾ വചനം കാക്കുന്ന സഭകളുടെ എണ്ണം കൂടാനാണ് സാധ്യത. അതിൻ്റെ ഒരു കാരണം ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. വെളിപ്പാട് 22-ന്റെ വാക്യത്തിൽ കർത്താവ് വരവിൻ്റെ വാഗ്ദത്തം നൽകുമ്പോൾ ഓരോരുക്കമാണ് പറയുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ മാറ്റൊലി നമ്മൾ ഈ നാളുകളിൽ ആവർത്തിച്ച് കേൾക്കുകയാണ്. ദൈവമക്കളല്ലാത്തവരും എന്തോ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായ ഒരാശങ്കയിലാണ്. അതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ല. കാരണം യെരുശലേമിനോട് ബന്ധപ്പെട്ട മധ്യപൂർവ്വദേശം ഒരർത്ഥത്തിൽ ഇപ്പോൾ നീറിപ്പുകയുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും അവിടെയാണ്. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ കർത്താവ് അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് വ്യക്തിപരമായി നമുക്ക് വചനം പ്രമാണിച്ച് ജീവിക്കാം. കുടുംബങ്ങളായി ദൈവത്തിൻ്റെ വചനത്തെ കാത്ത് സാക്ഷ്യം വഹിക്കാം. സ്ഥലം സഭയായിട്ടും ആ അനുഗ്രഹീതമായ സാക്ഷ്യം ഈ തലമുറയിൽ സൂക്ഷിക്കുവാനായിട്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അതുകൊണ്ട് ഈ ദൂത് നമുക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ പ്രചോദനം എല്ലാ തലത്തിലും ഉൾക്കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കട്ടെ. ഒത്തിരി വിസ്തരിച്ചല്ലെങ്കിലും ഞാൻ ഈ 5 കാര്യങ്ങളിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കാര്യം ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കണം എന്നും വിചാരിക്കുന്നു. ഒന്നാമത് നമ്മൾ കണ്ടത് വാതിൽ തുറന്നു വയ്ക്കുന്ന സഭാകാന്തൻ. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ഇവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ഫിലദൽഫിയ സഭയ്ക്ക് മുമ്പിൽ കർത്താവ് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്ന് വയ്ക്കുകയായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഏത് സഭയ്ക്കാണ് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാനായിട്ടുണ്ട്. വചനം കാക്കുന്ന സഭയ്ക്ക്. അപ്പോൾ ഒരു സഭ വചനം കാത്താൽ ആ സഭയ്ക്ക് കർത്താവ് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ കർത്താവ് തുറന്നു കൊടുത്തൊരു വാതിലിനെ കുറിച്ച് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് പോകാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സത്യം, പൗലോസിൻ്റെ സുവിശേഷ വൽക്കരണത്തിൻ്റെ വഴിയിൽ തനിക്ക് തുറന്നു കിട്ടിയ വാതിലിനെ കുറിച്ച് അവിടെ ദൈവത്തിൻ്റെ ദാസൻ രേഖപ്പെടുത്തുകയാണ്. 1-2 പ്രത്യേകതകൾ നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 2 പ്രത്യേകതകളാണ് ആ വാതിലിനെ കുറിച്ച് പൗലോസ് ഇവിടെ എടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആദ്യത്തെ പ്രത്യേകത എന്താണ്? വലിയ വാതിൽ തുറന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ആ വാക്ക് നമുക്ക് വളരെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. അതിന് 1-2 അർത്ഥങ്ങളൊന്ന് സൂചിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിൻ്റെ വാതിൽ ഏറ്റവും വലിയ വാതിലാണ്. ഇന്ന് പകൽ ഞാൻ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഓർത്ത വളരെ മനോഹരമായൊരു സത്യമാണ്. സുവിശേഷത്തിൻ്റെ വാതിലിലൂടെയാണ് ആത്മാക്കൾ എവിടെ പോകുന്നത്? സ്വർഗരാജ്യത്തിൽ പോകുന്നത്. അപ്പോൾ ഒരു പാപി സ്വർഗത്തിൽ പോകുന്നത് ഈ വാതിലിലൂടെയാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ വാതിൽ എന്ന് പറയുന്നത് മാനുഷികമായ നിലയിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാവുന്ന ഒന്നല്ല. പിന്നെയോ ഇതിലുള്ള സ്വർഗീയമായ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. ഞാനിത് ചിന്തിച്ചപ്പോൾ ഓർത്തു, ലോകത്തിൽ ആളുകൾ ഒരു സഭയെ ഒക്കെ കാണുമ്പോൾ അവിടെയുള്ള ആൾപ്പെരുപ്പമോ സ്ഥാവര ജംഗമ സ്വത്തുക്കളിലുള്ളതായ ആധിക്യമോ അതൊക്കെ ആയിരിക്കാം ലോകം വിലമതിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷെ നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ വാതിൽ എന്നുള്ളത് സ്വർഗരാജ്യത്തിലേക്ക് അനേകരെ പ്രവേശിപ്പിക്കുന്നതിന് മുഖാന്തരമായ വാതിലാണ്. ഈ ആശയം നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്ന വാക്കിനോട് ചേർന്ന് വരുന്നൊരു പ്രതിപാദനത്തിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന ദൂതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതേ നിലയിലുള്ളതായ വളരെ പ്രധാനപ്പെട്ടൊരു സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ള വാക്യമാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു താക്കോലിനെ കുറിച്ച് പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണല്ലോ അത്. ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പോൾ പത്രോസിനോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് ഞാൻ നിനക്ക് തരുന്നു. അപ്പോൾ ഈ താക്കോൽ കർത്താവാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ താക്കോൽ ആരുടെ കയ്യിലുള്ളതാണ്? കർത്താവിൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇവിടെ പത്രോസിനോട് പ്രത്യേകിച്ച് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പിന്നെ അതെന്താ അർത്ഥമാക്കുന്നത് എന്നുള്ളത് ആ വാക്യത്തിൻ്റെ അടുത്ത വാചകത്തിലുണ്ട്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ
പത്രോസിന് കൊടുക്കുന്ന ഒരു അധികാരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് പത്രോസിനോട് വേറിട്ട് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ഈ താക്കോൽ ഉപയോഗിച്ച് 3000 ആളുകളെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ശരിക്കും ആരാണെന്ന് പറയാം? പത്രോസാണ്. കാരണം സഭാചരിത്രത്തിൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം ആ ദൈവദാസൻ നിർവഹിക്കുകയും 3000 പേർ അന്ന് കർത്താവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളുകയും ചെയ്തു എന്നുള്ളത് നമുക്കവിടെ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ താക്കോൽ പത്രോസ് ഉപയോഗിക്കുന്ന വേറൊരു സന്ദർഭമുണ്ട്. ഓർക്കുന്നുണ്ടോ? പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ജാതികൾക്ക് വേണ്ടി ആ വാതിൽ പത്രോസ് തുറന്നു കൊടുക്കുകയാണ്. ആദ്യം രക്ഷിക്കപ്പെട്ട 3000 പേരും യഹൂദന്മാരായിരുന്നു. 10-ാം അധ്യായം വരെ രക്ഷിക്കപ്പെട്ട ആളുകൾ ആ ഗണത്തിലുള്ള ആളുകളായിരുന്നു. യഹൂദ മതാനുസാരിയായ ഷണ്ണൻ ഉൾപ്പെടെ ആ മതത്തോട് ബന്ധപ്പെട്ട ആളുകളാണ് അങ്ങനെ കൃപയിലേക്ക് വന്നത്. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ജാതികൾക്ക് വേണ്ടി ആ വാതിൽ തുറന്ന് കൊടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇതൊരു അതിശയമാണ്. ശിഷ്യന്മാരിൽ യൂദ ഒറ്റിക്കൊടുത്തവനാണെന്നുള്ളതുകൊണ്ട് അവൻ നാശയോഗ്യനാണെന്നുള്ളതുകൊണ്ടും നമ്മൾ അവനെ മാറ്റി നിർത്തുകയാണ്. പിന്നെ ശിഷ്യന്മാരിൽ ഏറ്റവും ഗുരുതരമായി തെറ്റ് ചെയ്തു നമ്മൾ വിചാരിക്കുന്ന ആളാരാണ്? പത്രോസല്ലേ? പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അതെന്ത് ഗൗരവതരമായ വാക്കുകളിലാണ് തള്ളിപ്പറയുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷേ ആ പത്രോസിൻ്റെ കയ്യിലാണ് കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഉപയോഗിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. ഇത് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നുള്ളതല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. കാരണം പത്രോസ് ആ സംഭവത്തിലൂടെ വളരെ രൂപപ്പെടുവാനിടയായിട്ട് തീർന്നു. പത്രോസ് തന്നെത്താൻ ദൈവസന്നിധിയിൽ ഏറെ വിനയപ്പെട്ടു. പത്രോസ് പുറത്തിറങ്ങി, നമ്മൾ വായിക്കുന്നില്ല, അതിദുഃഖത്തോടെ കരഞ്ഞു. അപ്പോൾ പാപത്തിൽ വീണാലും ശരിയായ മാനസാന്തരം എത്ര മനോഹരമായ യഥാസ്ഥാനത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്ന പോലെ അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുക പാടില്ല. പക്ഷേ പാപം പെരുകിയെടുത്തും ദൈവത്തിന് കൃപ കാണിക്കാൻ കഴിയും എന്ന് നമ്മൾ കാണുകയാണ്. പഴയ നിയമത്തിൽ ഏറ്റവും ഗുരുതരമായ പാപം ചെയ്ത വിശ്വാസി ആരാണ്? ദാവീദ്. നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെന്ന സാക്ഷ്യം പ്രാപിച്ചിട്ടുള്ള ആൾ ദാവീദാണ്. എന്ന് പറഞ്ഞാൽ താൻ ഗുരുതരമായി വീണെങ്കിലും ആ ദൈവമനുഷ്യൻ യഥാസ്ഥാനപ്പെടേണ്ടതുപോലെ യഥാസ്ഥാനപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ നാളിൽ കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ യഥാസ്ഥാനപ്പെടേണ്ടതുപോലെ യഥാസ്ഥാനപ്പെട്ടാൽ ദൈവം സമൃദ്ധമായ കൃപ നൽകും. ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. സാധാരണ ദൈവവചനം പഠിക്കുന്ന ആളുകൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം പത്രോസിന് വേണ്ടി എഴുതപ്പെട്ട അധ്യായമാണെന്ന് പറയാറുണ്ട്. കാരണം 20-ാം അധ്യായത്തിൽ യോഹന്നാൻ അത് ഏകദേശം കൺക്ലൂഡ് ചെയ്തതാണ്. പക്ഷേ 21-ാം അധ്യായം ഒരു അനുബന്ധം പോലെയാണ്. ആ അനുബന്ധ അധ്യായത്തിലാണ് പത്രോസിൻ്റെ യഥാസ്ഥാനം ദൈവാത്മാവ് വിശദമായിട്ട് രേഖപ്പെടുത്തുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവ് എത്ര വട്ടം ചോദിച്ചു പോലും പത്രോസും? 3 വട്ടം ചോദിച്ചു. എത്ര വട്ടം തള്ളിപ്പറഞ്ഞത്? 3 വട്ടം തള്ളിപ്പറഞ്ഞു. 3 വട്ടം ഒരേ ചോദ്യം തന്നെ ചോദിച്ച് പരസ്യമായി പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി എന്നുള്ളത്
നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ കർത്താവ് എത്ര ആർദ്രതയോടുകൂടിയാണ് ഇടപെടുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാൻ സാന്ദർഭികമായിട്ടത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെയും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിൻ്റെ കയ്യിൽ കൊടുക്കുന്നതും സഭാചരിത്രത്തിലെ 2 സുപ്രധാനമായ സാഹചര്യങ്ങളിൽ അത് ഉപയോഗിച്ചതും നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം പറയട്ടെ, ഇത് പത്രോസിന് മാത്രം കൊടുത്ത താക്കോൽ അല്ല. പിന്നെയോ സുവിശേഷവൽക്കരണത്തിലുള്ള പാപമോചനത്തിൻ്റെ സന്ദേശത്തിൻ്റെ പ്രാധാന്യവും മഹത്വവുമാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാകൊണ്ടും അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർത്തതാണ്. എന്നിട്ട് 48-ാമത്തെ വാക്യം നമ്മളൊന്ന് വിശദമായിട്ട് ഓർത്തായിരുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ കർത്താവിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കണം, ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കണം, പിന്നെ കർത്താവിൻ്റെ നാമത്തിലുള്ള മാനസാന്തരത്തിന് സാക്ഷ്യം വഹിക്കണം, മാനസാന്തരപ്പെട്ടവർക്ക് കിട്ടുന്ന പാപമോചനത്തിൻ്റെ സാക്ഷ്യം വഹിക്കണം. അപ്പോൾ സുവിശേഷത്തിൽ മാനസാന്തരവും പാപമോചനവുമാണ് വളരെ പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായ കാര്യം, നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടണമെന്ന് നമ്മൾ പറയുകയാണ്. മാനസാന്തരപ്പെടുന്നവർക്ക് നിശ്ചയമായിട്ടും പാപമോചനം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയും. കാരണം അങ്ങനെ ഉറപ്പിച്ചു പറയാൻ നമുക്കുള്ളതായ ധൈര്യം എഴുതപ്പെട്ട തിരുവെഴുത്തുകളാണ്. അപ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ സുവിശേഷം ഒരാളോട് പറയുമ്പോൾ ഈ അധികാരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവിനെ ഒരാൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ എന്ത് ധൈര്യത്തോടു കൂടിയാണ് ഈ പ്രത്യാശയിലേക്ക് വരുന്നത്. കാരണം ക്രൂശിലെ കള്ളന് പോലും കർത്താവ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊടുത്ത ഉറപ്പ്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. അപ്പോൾ അവനോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്, മരിക്കാൻ പോവുകയാണല്ലോ, അവൻ നിശ്ചയമായിട്ടും പറയും, ഞാൻ പറുദീസയിലേക്കാണ് പോകുന്നത്. അതിന് വേറെ തെളിവൊന്നും അവന് വേണ്ട, കർത്താവ് അവനോടത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിട്ടുള്ള പാപമോചനത്തിൻ്റെ നിശ്ചയം എന്നുള്ളത് ദൈവവചനമാണ്. നമ്മൾ സാധാരണ പാടുന്നൊരു ആരാധനാഗീതത്തിൽ ഈ ആശയം മനോഹരമായിട്ട് ഉണ്ട്. ഈ രക്തത്തിലൻ ഹൃദയം ഹിമത്തേക്കാൾ നിർമ്മലം. അടുത്ത ലൈൻ ഓർക്കുന്നുണ്ട്, എന്നുരയ്ക്കുന്ന വചനം തീർക്കുന്നു സർവ സംശയം. കാരണം ഈ സത്യം ദൈവത്തിൻ്റെ വചനം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ നല്ല ഉറപ്പിലാണ് ഓരോ ദിവസവും ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മൾ സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുമ്പോഴും ഇത് നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്. പറയാൻ നമുക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. അത് സുവിശേഷവൽക്കരണത്തിൽ കർത്താവ് നൽകുന്ന മനോഹരമായിട്ടുള്ള അധികാരമാണ്. ഈ സത്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എടുത്ത് പറയുന്നുണ്ട്. ആ വാക്യം കൂടി നമ്മളൊന്ന് പരിചയപ്പെട്ടു പോകാം എന്ന് വിചാരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 23-ാമത്തെ വാക്യം. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അവിടെ ഈ പാപമോചനത്തിൻ്റെ അധികാരം നമ്മൾ മത്തായി 16:19 കാണുമ്പോൾ പത്രോസിന് കൊടുക്കുകയാണ് താക്കോൽ, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ പത്രോസിന് മാത്രമല്ല
ഇതെല്ലാ ശിഷ്യന്മാരോടുമായിട്ട് കർത്താവ് പറയുക. ആരുടെ പാപങ്ങൾ, അടുത്ത വാക്ക് എന്താണ്? നിങ്ങൾ മോചിക്കുന്നുവോ. അപ്പോൾ അവിടെ പത്രോസിന് കൊടുത്തതായി മത്തായി സുവിശേഷകൻ രേഖപ്പെടുന്ന കാര്യം ഇവിടെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കുമുള്ള അധികാരമായിട്ട് നമ്മൾ കാണുകയാണ്. സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ ഈ സത്യം ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ വാതിൽ കർത്താവ് ഒരു സഭയ്ക്ക് തുറന്ന് കൊടുക്കുമ്പോൾ ആ സഭയുടെ ശുശ്രൂഷയിലൂടെ, സുവിശേഷവൽക്കരണത്തിലൂടെ എത്ര പേർ സ്വർഗത്തിൽ കാണുമെന്നുള്ളത് നിത്യത മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെട്ട് സഭാബന്ധത്തിൽ വരുന്ന ആളുകളെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ വരാത്തവരും ഒരു സ്ഥലം സഭയുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ അനുഗ്രഹമായിട്ട് തീരുന്നതിനുള്ളതായ വലിയ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഒരു സഭയ്ക്ക് കർത്താവ് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ എന്തോ ഒരു വലിയ സാധ്യതയാണ് നൽകുന്നത്. സുവിശേഷം അറിയിക്കാനും അനേകരെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കാനുമുള്ളതായ വലിയ സാധ്യത നൽകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഞാനിവിടെ ചേർത്ത് മറ്റൊരു വാതിലിനെ കുറിച്ച് കൂടി ഓർപ്പിക്കുകയാണ്. സുവിശേഷം അറിയിക്കുന്നു, ആളുകൾ രക്ഷിക്കപ്പെടുന്നു, സ്ഥലം സഭയുള്ള സജീവ ബന്ധത്തിലേക്ക് വരുന്നു. അങ്ങനെ വരുന്ന ആളുകളെ വചനം കാക്കുന്ന ഒരു സ്ഥലം സഭയ്ക്ക്, അങ്ങനെ വരുന്ന ആളുകളെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താനുള്ളതായ വലിയ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സഭയ്ക്ക് കർത്താവ് തുറന്നു കൊടുക്കുന്ന വാതിൽ എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ള ഒന്നാണ്. ഒരു പാപിയെ സ്വർഗത്തിലെത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പാപി രക്ഷിക്കപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ ചില വർഷങ്ങൾ ജീവിക്കുമ്പോൾ ആ സഭ അവരെ വചനം പഠിപ്പിക്കുന്നു, വചനത്തിൽ വളർത്തുന്നു എന്നുള്ളത് കൊണ്ട് കർത്താവ് നൽകിയ നിയോഗത്തിൻ്റെ ആ വാക്കുകൾ നമുക്കിവിടെ ഓർക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുന്നതിൻ്റെ വഴിത്താരയിൽ രക്ഷിക്കപ്പെട്ട അനേകരെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ ഒരു സഭയ്ക്ക് സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ സഭ അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാം. 2 റെഫറൻസുകൾ എഴുതിയിട്ടുള്ളൂ. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് സകല മനുഷ്യരെക്കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ഒരു സഭയെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന 2 സുപ്രധാനമായ കാര്യങ്ങൾ അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പാപിയെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ടവരെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളർത്തിയെടുക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പാഠശാല ഒരു പ്രാദേശിക സഭയാണ്. ഈ 1 തിമോഥെയോസ് 2:4 ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, താമസിച്ചു പോയാലോ. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടതെങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലം സഭയ്ക്ക് കർത്താവ് ഈ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് എത്ര മനോഹരമാണെന്നുള്ള സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന ആളുകൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രക്ഷിക്കപ്പെട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തിയാൽ ആരെപ്പോലെ ജീവിക്കും? ക്രിസ്തുവിനനുരൂപരായിട്ട് ജീവിക്കും. അപ്പോൾ ഒരു സഭയെക്കൊണ്ട് സാധിക്കുന്ന കാര്യം എത്രയോ ഉന്നതമാണ് എന്നുള്ളതായ മഹത്തരമായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കർത്താവ് സ്വന്തം രക്തം വില കൊടുത്ത് സഭയെ സമ്പാദിച്ചതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എത്രയോ ഉന്നതമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. ഇതിന് വലിയ വാതിൽ എന്നല്ലാതെ എന്താണ് പറയാനായിട്ട് സാധിക്കുക? പാപികളെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനും രക്ഷിക്കപ്പെടുന്നവരെ ആത്മീയമായി വളർത്തിയെടുക്കാനുമുള്ള വലിയ വാതിൽ ഫിലദെൽഫിയ സഭയ്ക്ക് മുമ്പിൽ കർത്താവ് തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് നാം കാണുന്നു. കൊരിന്ത് ലേഖനത്തിൽ ആ സത്യം ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് എടുത്തു പറയുകയാണ്. രണ്ടാമത്തെ പ്രത്യേകത കൂടി ഞാൻ ചുരുക്കമായിട്ടൊന്ന് ഓർപ്പിക്കട്ടെ. രണ്ടാമത് ആ വാതിലിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത്? സഫലമായ വാതിൽ, ഇഫക്റ്റീവ് ഡോർ എന്നാണ് നാം ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുന്നത്. അപ്പോൾ ഞാനത് നിന്നൊരു സത്യം എടുത്തു പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു സ്ഥലം സഭയ്ക്ക് കർത്താവ് തുറന്നു തരുന്ന സുവിശേഷത്തിൻ്റെ വാതിൽ ആത്മാക്കളുടെ രക്ഷയ്ക്കും പുതിയ സ്ഥലം സഭാ സാക്ഷ്യത്തിനും മുഖാന്തരമായി തീരുന്നതാണ്. അപ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കും പുതിയ സ്ഥലം സഭാ സാക്ഷ്യത്തിനും മുഖാന്തരമായി തീരാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കഴിഞ്ഞകാല സഭാ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വലിയൊരു സത്യമാണ്. യെരുശലേമിലെ സഭയാണ് ആദ്യം രൂപപ്പെട്ടത്. പക്ഷേ അന്ത്യോക്യ സഭയിൽ നിന്നാണ്, അവരുടെ ശുശ്രൂഷയിലാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രത്തിൽ അനേക സ്ഥലം സഭകൾ രൂപപ്പെട്ടത് നമ്മൾ കാണുന്നത്. കാരണം ആ സഭയിൽ നിന്നാണ് പൗലോസും ബർന്നബാസും ഒക്കെ പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്കു വേണ്ടി അയക്കപ്പെടുകയും പൗലോസിൻ്റെ സുവിശേഷ യാത്രയുടെ വഴിത്താരയിൽ എത്രയോ സ്ഥലം സഭകൾ രൂപപ്പെടുവാൻ കാരണമായിട്ട് തീർന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സഫലമായ വാതിൽ എന്നുള്ള പ്രയോഗത്തിൽ ഞാനിന്ന് പകൽക്കാലം ഓർത്ത ഒരു കാര്യം, ഒരു സഭയ്ക്ക് ആ വാതിൽ കർത്താവ് തുറന്നു കൊടുക്കുമ്പോൾ അത് വേറെ സ്ഥലം സഭകൾക്ക് മുഖാന്തരമാക്കി കർത്താവ് തീർക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുക. അപ്പോൾ ഫിലദെൽഫിയ സഭയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ആ സഭയുടെ ശുശ്രൂഷകൾ മുഖാന്തരം വേറെ സ്ഥലം സഭകൾ രൂപപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത് സുവിശേഷവൽക്കരണത്തിൻ്റെ വഴിയിൽ എത്രയോ ഉന്നതമായിട്ടുള്ളതായ സാധ്യതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം നമുക്കിവിടെ ചേർത്ത് ഓർക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനൊരു കാതലായ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പറഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ സഭയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സഭ ഒരു സംഘടനയല്ല, പിന്നെ ഒരു ജീവൽ ഘടനയാണ്. ഇത് നമ്മൾ വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്നതായ കാര്യമാണ്. ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ ബട്ട് ആൻ ഓർഗാനിസം. അത് നമ്മളും ഗൗരവമായിട്ട് ഇപ്പോൾ ഓർക്കേണ്ടുന്നൊരു കാര്യമാണ്. സഭയെ
സംഘടനകളുടെ അച്ചിൽ വാർത്തെടുക്കാനുള്ള പരീക്ഷ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട്. ആ പരീക്ഷയിൽ പല സഭകളും പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ലോകപ്രകാരമുള്ള പല കാരണങ്ങളുമൊക്കെ ആയിരിക്കും അതിന് പറയാനിടയായിട്ട് തീരുന്നത്. പക്ഷേ ഇത് വളരെ അടിസ്ഥാനപരമായി സൂക്ഷിക്കപ്പെടേണ്ടുന്നതായൊരു സത്യമാണ്. സഭ ഒരു സംഘടനയായിട്ട് അധപ്പതിക്കാൻ പാടില്ല. സഭയൊരു ജീവൽ ഘടനയാണ്. ജീവൽ ഘടന എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ഒരു ജീവൽ ഘടനയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം കൂടെ കൂടി ഒരു സംഘടന ഉണ്ടാക്കിയതല്ല ഇത്. പിന്നെയോ ഈ അവയവങ്ങളെല്ലാം യോജിച്ചിരിക്കുന്നത് ഒരു ജീവൽ ഘടനയുടെ ഭാഗമായിട്ടാണ്. പിന്നെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ഒരു ജീവൽ ഘടനയിൽ നിന്നാണ് മറ്റൊരു ജീവൽ ഘടന രൂപപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ പ്രകൃതിയിലുള്ള അടിസ്ഥാനപരമായൊരു നിയമമാണ്. ദൈവസഭയുള്ള ബന്ധത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ സഫലമായൊരു വാതിൽ ഒരു സ്ഥലം സഭയ്ക്ക് കർത്താവ് തുറന്ന് കൊടുക്കുമ്പോൾ മറ്റ് അനേക സ്ഥലം സഭകൾക്ക് ആ വാതിൽ ഉപയോഗിക്കുന്നത് മുഖാന്തരമായി തീരാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷവൽക്കരണം എന്നുള്ളത് ഏറ്റവും ഫലകരമായി സാധിക്കണം എന്ന് വരികിൽ അത് സ്ഥലം സഭയായിട്ടാണ് സാധിക്കുക. അതുകൊണ്ട് ആ വലിയ സത്യം എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ നമുക്ക് നന്ദിയോടൊരു കാര്യം ഓർക്കാം. കർത്താവ് കൊടുത്തിയ ആ മഹാനിയോഗം എന്നുള്ളത് എത്രയോ മഹത്തരമാണ്. നമ്മുടെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരാൾ പോയി കഴിഞ്ഞ് ശേഷിക്കുന്ന 11 ശിഷ്യന്മാർക്കാണ് കർത്താവ് ആ മഹാനിയോഗം കൈമാറിയത്. ആ മഹാനിയോഗം കർത്താവ് കൈമാറിയ ശിഷ്യന്മാർ ലോകത്തിൻ്റെ വീക്ഷണത്തിൽ ആരായിരുന്നു എന്ന് നമുക്കറിയാം. അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ആളുകളായിരുന്നു. ശാസ്ത്രിമാരെയും പരീശന്മാരെ പോലെയുള്ളതായ വചനപാണ്ഡിത്യമൊന്നും അന്ന് ആ 11 പേരിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ചേർക്കപ്പെട്ട പൗലോസിനാണ് പിന്നെ ആ ഗണത്തിലുള്ളൊരു നിലവാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ 11 ശിഷ്യന്മാരെ കർത്താവ് ഈ വലിയ നിയോഗം ഫലമേൽപ്പിക്കുകയായിരുന്നു. എനിക്കത് ചിന്തിക്കുമ്പോൾ ഭയങ്കര അതിശയമാണ്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കി കർത്താവ് ആ മഹാനിയോഗം ശിഷ്യന്മാർക്ക് കൈമാറുന്ന വാക്യങ്ങൾ ചിന്തിക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ അവരവരുടെ പരിമിതിയിൽ ആ നിയോഗം വിശ്വസ്തമായി നിർവഹിക്കാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതിനാൽ 20 നൂറ്റാണ്ടുകളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ കർത്താവിൻ്റെ സഭകൾ രൂപപ്പെടത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മഹത്വവും വിജയവും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, മഹാനിയോഗം ഫലമേൽപ്പിച്ച ആ സ്വർഗീയ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ നമുക്ക് വിനയപ്പെടാനും ആ നിയോഗം നമ്മുടെ തലമുറയിൽ ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കുവാനും സാധിക്കണം. സുവിശേഷവൽക്കരണത്തിൻ്റെ വഴിയിൽ കർത്താവിൻ്റെ മാർഗം വിട്ടുള്ളതായ നൂതനമായ മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് കർത്താവ് നൽകിയിട്ടുള്ള ആ നിയോഗത്തെ അതിൻ്റെ എല്ലാ ലാളിത്യത്തിലും ലളിതമായിട്ട് ഏറ്റെടുത്ത് അത് വിശ്വസ്തമായി ഈ തലമുറയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. എത്ര സഫലമായ വാതിലാണ് കർത്താവ് തുറന്നു കൊടുത്തത് എന്ന് നമ്മൾ കാണുക.
അവിടെ ഒരു പരാമർശം കൂടിയുണ്ട്. ആ പരാമർശം തൽക്കാലം ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. വലുതും സഫലവുമായി വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. എതിരാളികൾ, അങ്ങനെ ഒരു പ്രയോഗം അവിടെ ഉണ്ടല്ലോ അല്ലേ? എതിരാളികളും പലരുണ്ട്. തുറന്നു കിട്ടിയിരിക്കുന്ന വാതിൽ വലുതാണ്, സഫലമാണ്. ഇത് പൗലോസ് ആ വാക്യത്തിൽ തന്നെ പറയുക, എതിരാളികൾ പലര് ഉണ്ട്. ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവം തുറന്നു കൊടുത്ത വാതിലാണെങ്കിൽ അങ്ങനെ എതിരാളികളും മറ്റുമൊന്നും ഉണ്ടാവുകയില്ല. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. അതിന് ഞാൻ തെളിയിക്കാൻ വേറെ വാക്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പൗലോസിൻ്റെ ഈ വാക്കുകൾ ധാരാളം മതി. പൗലോസിന് വലുതും സഫലവുമായ വാതിൽ തുറന്നു കൊടുത്തു. എതിരാളികളും പലരും ഉണ്ട്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പ്രത്യേകിച്ച് സഭാപ്രവർത്തനത്തിൻ്റെ വഴിത്താരയിൽ എതിർപ്പുകളുണ്ടാകുക എന്ന് പറയുന്നത് കേവലം സ്വാഭാവികമാണ്. ആ എതിർപ്പുകൾ പല തലത്തിൽ ഉണ്ടാകാം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ മനസ്സിനൊരു വചനം വരുന്നുണ്ട്, അത് പറഞ്ഞങ്ങ് നിർത്താം. ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായിട്ട് മതിൽ പണിയും വാതിലുകളുടെ പുനഃസ്ഥാപനവും നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ നടന്നതായ ആ ആത്മീക ഉദ്ധാരണവും പണികളിലും വളരെ മനോഹരമാണ്. സാധാരണ ഞാൻ നെഹമ്യാവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നൊരു പ്രയോഗമുണ്ട്. ഇന്നത്തെ ഈ പുതിയ നിലയിലുള്ള മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പ്രിൻസിപ്പിൾസ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലാണ് അധികവും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ഇന്നത്തെ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലുള്ള മിക്കവാറും പ്രമാണങ്ങൾ. എത്ര ഭംഗിയായിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ച് ആ പണികൾ നടക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാനതിൻ്റെ തെളിവുകൾ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ സൻബല്ലത്തും തോബിയാവും ഒക്കെ വന്ന് ഈ പണി കണ്ടിട്ട് ഒരു പരിഹാസവാക്ക് പറയുന്നുണ്ട്. ഓർക്കുണ്ടോ നിങ്ങൾ? കുറുക്കൻ കയറിയാൽ ഈ മതിൽ മറിഞ്ഞു വീഴും. നോക്കണേ, ഒരു പട്ടണത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം അയച്ച ദൈവദാസൻ വളരെ ബന്ധപ്പെട്ട് ചെയ്യാവുന്ന എല്ലാ ക്രമീകരണവും ചെയ്ത് ആ പണിയിലേർപ്പെട്ടിരിക്കുക. എന്ത് പരിഹാസവാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഞാനിത് രാത്രി ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. കർത്താവ് ഒരു വാതിൽ തുറന്നു തന്നാലും അത് വലുതും സഫലവുമായിരുന്നാലും അതിനാരും എതിരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പരിഹസിക്കാനോ എതിര് നിൽക്കാനോ ഒക്കെ ആളുകൾ ഉണ്ടായി എന്ന് വരാം. അകത്തുള്ളവരും ഉണ്ടാകാം, പുറത്തുള്ളവരും ഉണ്ടാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇന്ന് പോലെ എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചതായൊരു വചനമാണ്. പൗലോസ് രേഖപ്പെടുത്തുകയാണ്, എതിരാളികളും പലർ ഉണ്ട്. ഇനി പൗലോസിൻ്റെ ജീവിതം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുകയെ, എന്തെല്ലാം എതിർപ്പുകളുടെ നടുവിലാണ്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് പോലും സഹിച്ചാണ് ആ ദൈവമനുഷ്യൻ കർത്താവ് ഏൽപ്പിച്ച വാതിൽ ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച എല്ലാ ഗൗരവത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ പറയണമെന്ന് ഉണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒത്തിരി വിശദമായിട്ടല്ലെങ്കിലും സൂചിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. കർത്താവ് തുറന്നു തരുന്ന വാതിൽ, അത് പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ അനുഗ്രഹം എത്രയോ മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് നമ്മളിതിൻ്റെ തത്വം മാത്രം പഠിക്കാനല്ല, പിന്നെയോ കർത്താവ് നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന വാതിൽ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തി ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് വാതിൽ തുറന്ന് തരുമാറ് വചനം കാത്ത് ആ നാമത്തെ മുറുകെ പിടിച്ച്
നമുക്ക് സഭകളായി സാക്ഷ്യം വഹിക്കാനായിട്ട് ഈ നാളുകളിൽ സാധിക്കട്ടെ. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.